മുൻ മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെ മുതിർന്ന നേതാവുമായ വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കയുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഈ മാസം 23-നാണ് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വി.എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ നിന്നും വിവരങ്ങളുമായി അനന്തു ചേരുന്നു. അനന്തു, വിശദാംശങ്ങൾ. രാജശ്രീ, വി.എസിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം പുറത്തിറക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വി.എസിന്റെ ആരോഗ്യനിലയുടെ പുരോഗതി സംബന്ധിച്ചുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 12 മണിക്ക് മുൻപ് തന്നെ അത് പുറത്തിറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വി.എസ് അതിതീവ്ര നിലയിലാണ് ആശുപത്രിയിൽ തുടരുന്നത്. അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് വി.എസിന്റെ ചികിത്സ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ വ്യക്തമാക്കിയിരുന്നു. ഈ രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൃക്കകളുടെ പ്രവർത്തനവും എല്ലാം തകരാറിലായ ഒരു അവസ്ഥയിലാണ്. അതിനെ മെച്ചപ്പെടുത്താനുള്ള ചികിത്സകളാണ് നിലവിൽ നടന്നു വരുന്നത്. അദ്ദേഹത്തിന് അല്പസമയം മുൻപ് തന്നെ സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി എം.എ. ബേബി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് വി.എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ തുടരുന്ന ഈ ചികിത്സ തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുടെ സംഘം നിലവിലുള്ള ഇപ്പോൾ നടത്തുന്ന ചികിത്സ തന്നെ തുടർന്നു പോകുമെന്നാണ് എം.എ. ബേബി അറിയിച്ചത്. അതോടൊപ്പം ഈ തുടർച്ചയായ ഡയാലിസിസ് നടത്തുന്ന ഒരു രീതിയാണ്, ചികിത്സാ രീതി തുടരുന്നുവെന്നും എം.എ. ബേബി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ്, അനന്തുവാണ് വിശദാംശങ്ങൾ നൽകിയത്.